സിനിമാ ടാക്കീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന ചിത്രത്തെ കുറിച്ചാണ്. UK ഓക്കെ. ഈ ചിത്രത്തിന്റെ സംവിധാനം, എഡിറ്റിംഗ്, റൈറ്റിംഗ് എല്ലാം ചെയ്തിരിക്കുന്നത് അരുൺ വൈഗയാണ്. ഈ ചിത്രത്തിന്റെ കമ്പോസർ രാജേഷ് മുരുകേശ്വർ ആണ്. ഈ ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫർ സിനോജ് കെ അയ്യപ്പനാണ്. പുതുമുഖ നടൻ രഞ്ജിത്ത് സജീവ് ആണ് ഈ ചിത്രത്തിലെ നായകൻ. ജോണി ആന്റണി, മനോജ് കെ ജയൻ, മഞ്ജു പിള്ള, മീര വാസുദേവ്, സംഗീത, റോണി ഡേവിഡ് തുടങ്ങിയവരും ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഇന്ദ്രൻസും ഈ ചിത്രത്തിൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്. ഒരു അച്ഛന്റെയും മകന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെയും വഴക്കിന്റെയും കഥ പറയുന്ന ഒരു ചിത്രം കൂടെയാണ് ഇത്. റോയ് എന്ന അച്ഛൻ കഥാപാത്രത്തെ ജോണി ആന്റണി അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ടോണി എന്ന കഥാപാത്രത്തെ രഞ്ജിത്ത് സജീവും അവതരിപ്പിക്കുന്നു. ഒരു വർക്ക്ഷോപ്പ് ഉടമയായ റോയ് തന്റെ മകനെ വിദേശത്ത്, അതായത് യുണൈറ്റഡ് കിങ്ഡം, അവിടെ പോയി ജോലി ചെയ്യാനാണ് പുള്ളിയുടെ താല്പര്യം. പക്ഷെ മകനാണെങ്കിൽ കേരളത്തിൽ ബിസിനസ് നടത്തി നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാനാണ് പുള്ളിയുടെ ആഗ്രഹം. സിനിമ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഒരു സംഭവം ഉണ്ടാകുന്നു. ആ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സമകാലിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്. ഒരു ഫ്ലവർ കൾട്ടിവേഷൻ ബിസിനസ് തുടങ്ങിയ ടോണിക്ക് നേരിടേണ്ടി വന്ന പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വില്ലേജ് ഓഫീസിൽ നടക്കുന്ന ചില കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളും കാണിച്ചിട്ടുണ്ട്. സംവിധായകൻ എന്ന നിലയിൽ തുടങ്ങിയ ജോണി ആന്റണി ഈ ചിത്രത്തിൽ നല്ല രീതിയിലുള്ള അഭിനയ മികവാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫ് ആണ്. പക്ഷെ സെക്കൻഡ് ഹാഫിലെ ക്ലൈമാക്സിൽ ചില ഭാഗങ്ങൾ എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല. ഇത് എന്റെ മാത്രം അഭിപ്രായമാണ്, എന്റെ മാത്രം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ന്യൂ സെൻട്രൽ ടാക്കീസ് തൃപ്പൂണിത്തുറ കിണർ സ്റ്റോപ്പിന്റെ അടുത്ത് ആണ് ഈ ചിത്രം കണ്ടത്. ഈ ചിത്രം കണ്ടിറങ്ങിയതിനു ശേഷം ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തിയേറ്ററിൽ എത്തിയിരുന്നു. ഈ ചിത്രത്തിന്റെ ദൈർഘ്യം 2 മണിക്കൂർ 15 മിനിറ്റ് ആണ്. എന്റെ അഭിപ്രായത്തിൽ UK ഓക്കെ ഒരു ഓക്കെ ഫീലാണ് എനിക്ക് നൽകിയത്. ഇത് ഒരു വൺ ടൈം വാച്ചബിൾ ഫിലിമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി മറ്റൊരു ചിത്രവുമായി വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.